ഹായ് എവരിവൺ. ഇന്ന് നമുക്ക് കടായി പനീർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി പനീർ 300 ഗ്രാം, കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് 1/4 ടീസ്പൂൺ, നാരങ്ങാനീര് 1 ടീസ്പൂൺ. ഇവ പനീറിലേക്ക് പുരട്ടി 10 മിനിറ്റ് മാറ്റിവെക്കുക. ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് പനീർ ഇട്ട് 2 മിനിറ്റ് വീതം 2 വശവും ഷാലോ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതേ പാനിലേക്ക് തന്നെ 2 പച്ചമുളക് മുറിച്ചതും സവോളയും ക്യാപ്സിക്കവും 100 ഗ്രാം വീതം ക്യൂബ് സൈസിൽ കട്ട് ചെയ്തതും 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് 2 മിനിറ്റ് വഴറ്റുക. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതേ പാനിലേക്ക് 25 ഗ്രാം ബട്ടറും ഇട്ട് 2 കറുവായിലയും 1 ഇഞ്ച് നീളത്തിലുള്ള കറുവാപ്പട്ടയും 200 ഗ്രാം ചെറുതായി അരിഞ്ഞ സവോളയും ഇട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റുക. തീ കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, ഇരുപത്തിയഞ്ച് ഗ്രാം ബട്ടറും 1/2 ടീസ്പൂൺ കടലമാവും 1 ടീസ്പൂൺ റെഡ് ചില്ലി പേസ്റ്റും ചെറുതായി അരിഞ്ഞ തക്കാളി 250 ഗ്രാം, ഉപ്പ് 1/4 ടീസ്പൂൺ. നന്നായി വഴറ്റിയതിന് ശേഷം 1 കപ്പ് വെള്ളവും ചേർത്ത് ഇളക്കി മൂടി വെച്ച് 5 മിനിറ്റ് വേവിക്കുക. അടപ്പ് തുറന്ന് എണ്ണ തെളിഞ്ഞതിന് ശേഷം അതിലേക്ക് ജീരകപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, ഉണങ്ങിയ ഉലുവയില 2 ടീസ്പൂൺ, മല്ലിയില 2 ടേബിൾ സ്പൂൺ ഇട്ട് ഇളക്കുക. ഇതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന സവോള ക്യാപ്സിക്കവും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും ഇട്ട് ഇളക്കി രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും ഒഴിച്ച് ഇളക്കി തീ ഓഫ് ചെയ്യുക. നമ്മുടെ പനീർ കറി റെഡിയായി. ഇത് നമുക്ക് ചപ്പാത്തി, നാൻ, ഫ്രൈഡ് റൈസ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.